നിങ്ങൾ രാമേശ്വര ചട്നി കഴിച്ചിട്ടുണ്ടോ? ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാവേ. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ തിരുമിയതെടുത്തിട്ടുണ്ട്, ഒരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തിൽ പിഴിപുളിയും എടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നും കൂടെ ചേർത്ത് ഇത് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക. ഉഴുന്നും കടലയും ചുമന്ന് വരുമ്പം അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന അരമുറി തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇതൊന്ന് തണുത്ത ശേഷം അരച്ചെടുക്കാം. നമ്മൾ വറുത്തെടുത്ത തേങ്ങാക്കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. തണുത്ത ശേഷം ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. നമ്മൾ അരപ്പ് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് താളിക്കുകയാണ് ചെയ്യേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്താൽ അപ്പം തന്നെ അടച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് നമ്മുടെ കൈയെല്ലാം പൊള്ളും. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അവത്തിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കല്ലേ, ചെറിയ ചൂട് മാത്രം മതി. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഉഴുന്നും കടലപ്പരിപ്പും നമ്മുടെ വീട്ടിലുണ്ട്, തേങ്ങയുണ്ട്, വറ്റൽമുളകുണ്ട്, പുളിയുണ്ട്, കായപ്പൊടിയുണ്ട്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന ചമ്മന്തി എങ്ങനെയാണെന്ന് നമുക്കറിയാം, തേങ്ങ അരച്ചിട്ടുള്ളത്. ഇതൊരു വ്യത്യസ്ത രുചി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ.